യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരുവൻ തന്നെയാണ്. ഹെബ്രായർ 13:8. ആ യേശുക്രിസ്തുവിൻ്റെ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ ആൾത്താരയിൽ ഞങ്ങളെ നിർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ലേഖനം 1-ാം അധ്യായം 1-ാം വചനത്തിൽ പറയുന്നു, ആദ്യം മുതൽക്കുണ്ടായിരുന്നതും കാതുകൊണ്ട് കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ജീവൻ വെളിപ്പെട്ടു, അതിന് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. ആ ജീവനാണ് ഇന്ന് നമ്മൾക്ക് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരേ ഒരു കാര്യമാണ് ഉടമ്പടി എന്ന് ഞാൻ 2021 മാർച്ച് 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് 2021 തന്നെ ഈ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ അനുഗ്രഹിച്ചതിന് കൊടാനുകോടി നന്ദി പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ കാരണം ഈ നിൽക്കുന്നത് എൻ്റെ അയൽവാസിയായ മകൻ സുശീൽ സ്കറിയ എന്ന ആളാണ്. 2024 മാർച്ച് 24-ാം തീയതി പുള്ളിക്കൊരു ഹെവിയായ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളിയുടെ തല ഇങ്ങനെ നടുവേ കീറി പൊട്ടി ഇങ്ങനെ തകർന്നു പോയി. തലച്ചോറിനകത്തെല്ലാം ബ്ലഡ് ക്ലോട്ടായി മരണത്തിൻ്റെ വക്രത്തിലായിരുന്നു. കണ്ണൂർ ആസ്റ്റർ മിംസിൽ പുള്ളി അഡ്മിറ്റായി 1 മാസത്തോളം കോമയിലായിരുന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണ് ഡോക്ടർമാരൊക്കെ അന്ന് വിധി എഴുതിയത്. ഈ വ്യക്തിയുടെ പപ്പ ഒരു 12 വർഷമായി തളർന്ന് കിടക്കുകയാണ്. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ അമ്മയാണ് പപ്പയെ ശുശ്രൂഷിക്കുന്നത്. അതിനിടയ്ക്ക് ഈ മകനും ഇങ്ങനെ രോഗിയായി കിടക്കുമ്പോൾ രണ്ടുപേരെ ഒരമ്മ ശുശ്രൂഷിക്കുന്ന വിഷമം എത്രത്തോളമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ മകനൊരു ഓർമ്മയോ ഒന്നുമില്ല, എഴുന്നേറ്റ് നടക്കില്ല, ഒരു കാര്യം ചെയ്യില്ല, നമ്മളെ ആരെയും മനസ്സിലാകില്ല. അങ്ങനെ കിടക്കുന്നൊരു സാഹചര്യത്തിൽ കാണുമ്പോൾ ആ അമ്മയുടെ കഷ്ടപ്പാട് ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ വ്യക്തിക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ചു. എന്നിട്ട് ഇവിടുന്ന് പോയി പരിശുദ്ധ അമ്മയുടെ ആ തൈലവും ഉപ്പും കാശുരൂപം കൊണ്ടുപോയി കൊടുത്ത് ഈ മകൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ വന്ന് അമ്മയോട് പറഞ്ഞു ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അമ്മ മാതാവേ, ഈ മകൻ എഴുന്നേറ്റ് നടന്ന് ആ വ്യക്തിയുടെ പ്രാഥമിക കൃത്യങ്ങളെങ്കിലും ചെയ്യാനുള്ളൊരു കൃപ കൊടുക്കണം. അല്ല, ഈ 2 വ്യക്തിയെ ഒരമ്മയ്ക്ക് നോക്കാൻ എന്തുമാത്രം കഷ്ടപ്പാടുണ്ട്. പരിശുദ്ധ അമ്മ, ഈ മകൻ എഴുന്നേറ്റ് നടക്കണം എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് അമ്മ മാതാവിനോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ തൈലം കൊടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് സൗഖ്യം മേടിച്ചു തരും, ഈശോയുടെ സാക്ഷിയായി ജീവിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളിയുടെ ഈ തലയുടെ ഇവിടെ കൃത്രിമമായിട്ടാണ് തലയോട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പുള്ളി അതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങി. ഇന്നിപ്പം ഓട്ടോറിക്ഷ ഓടിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്നു. ബാക്കി കാര്യങ്ങൾ പുള്ളി പറയും. ഡോക്ടർ പറഞ്ഞേക്കുന്നത് വെച്ചാൽ പിന്നെ ശ്വാസം കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞു. പിന്നെ ശൈലജ ചേച്ചി ഇവരിവിടെ വന്ന് ചെയ്തുകൊണ്ട് ഞാൻ ഒരു മാസം ബോധമില്ലാതെ ആശുപത്രി കിടന്നു. പിന്നെ എനിക്ക് ബോധം വരുന്നത്, ബോധം വന്നെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയത്. എണീറ്റ് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. നടക്കാനൊക്കെ പറ്റിയത് ദൈവത്തിന് മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അധികമൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ ശൈലജ ചേച്ചിനെ കൊടുക്കാം. അങ്ങനെ ഇന്ന് പുള്ളി ഇതാ നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും സാക്ഷിയായി ജീവനോടെ നിൽക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്കെല്ലാവർക്കും നിത്യജീവനിലേക്കുള്ള വഴികാട്ടിയാണ് ഈ ഉടമ്പടി. പ്രിയമുള്ളവരെ, നാം ആരും ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും വ്യഗ്രതപ്പെടേണ്ട. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലാണേലും ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 32-ാം വചനം പറയുന്നു, നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെന്ന് അറിയുന്നെന്ന്. നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയാമെങ്കിൽ നാം എന്തിനാണ് വിഷമിക്കുന്നത്? നമ്മൾ ഈ വലിയ പെരുവെള്ളത്തിലൂടെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ജീവിതത്തിലെ മല പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും വലിയ വെള്ളത്തിൻ്റെ മേലെ ഒരു പൊങ്ങുതടി എങ്ങനെ ഒഴുകും അതുപോലെ നമ്മൾ ഒഴുകിപ്പോകും. നമ്മൾക്ക് ആ പ്രതിസന്ധികളൊന്നും നമ്മളെ ഭാരപ്പെടുത്തുകയില്ല. നമ്മൾ വളരെ ഭാരമില്ലാത്തവരായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉടമ്പടി. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, ഉടമ്പടി ജീവിക്കുക. ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ധ്യാന സെൻറ്ററിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു 5 ദിവസത്തെ ധ്യാനം കൂടിയാൽ നമുക്ക് ഏറ്റവും കൂടിയാലോ
ഒരു മാസത്തെയൊക്കെ വലിയൊരു ഉണർവൊക്കെ കാണും. പക്ഷെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മൾ അനുദിനം ജീവിക്കുകയാണ്, ഈശോയോടും അമ്മയോടും കൂടെ അനുദിനം ജീവിക്കുകയാണ്. ഉടമ്പടിയിൽ നമ്മൾ എല്ലാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന, ഈശോ പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയുടെ സമയത്ത് പറഞ്ഞു, ഞാൻ വിശക്കുന്നവനായി വന്നു, എനിക്ക് നിങ്ങൾ ഭക്ഷണം തന്നു, ദാഹിക്കുന്നതിനായി വന്നു, എനിക്ക് നിങ്ങൾ കുടിക്കാൻ തന്നു, നഗ്നനായി വന്നു, നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു, ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു, നിങ്ങൾ എനിക്ക് പാർപ്പിടം തന്നു. ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, അതിലെല്ലാം നമുക്ക് നിവൃത്തിയാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഉടമ്പടി, പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും നിങ്ങളാരും ഒന്നിനെക്കുറിച്ച് വ്യഗ്രതപ്പെടേണ്ട. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഞാൻ പത്രം ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി ട്രെയിനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിലെ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കും, വെറുതെ ഇങ്ങനെ കൊടുത്തു പോകുമല്ല അവരോടൊക്കെ. അതുപോലെ അവരോട് ഈശോയും മാതാവിനെക്കുറിച്ച് പറയും. ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് വരെയും ഈ പത്രം കൊടുത്തിരിക്കുന്നത് അക്രൈസ്തവരായ ആൾക്കാരെ കണ്ടാണ്. അത് ഇങ്ങനെ നടന്നു പോയി ഓരോരുത്തരെയും കണ്ട് അവരോട് ഈശോയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറഞ്ഞും അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് അവരെ മനസ്സിലാക്കിയാണ് ഈ പത്രം കൊടുക്കുന്നത്. അപ്പോൾ പലരും അവരുടെ ജീവിതത്തിലെ വേദനകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ അവരെയൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പലരെയും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ പത്രം ഇവിടുന്ന് ഈ എറണാകുളം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും തന്നെ ഏകദേശം കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് ഒരു പ്രാവശ്യം പോയി. ആ സമയത്ത് ഇവിടുന്ന് ഹിന്ദി പത്രം മേടിച്ചു കൊണ്ടുപോയി അവിടെ എല്ലാം കൊടുത്തു. അതിൽ കാരുണ്യ പ്രവൃത്തികൾ, എൻ്റെ മകനും ഉടമ്പടിയിലാണ്, ഇതെൻ്റെ ജീവിത പങ്കാളിയാണ്, ഞങ്ങളും ഉടമ്പടിയിൽ ആണ് ജീവിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരുമിച്ചാണ് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജുകളിൽ രോഗികൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക, അതോടൊപ്പം അവർക്ക് പത്രം കൊടുക്കുകയും ഈശോയെക്കുറിച്ച് പറയുകയും ജീവിതത്തിൽ നിരാശയിലും ദുഃഖത്തിലും കിടക്കുന്നവരെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു വിടാനും ഒക്കെ ഈശോയും മാതാവും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക്. അതുപോലെ എൻ്റെ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. 2 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ ഉടമ്പടി വഴിയായി അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഭാരമില്ലാതെ ജീവിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് മരണം വരെ അമ്മയുടെ ഉടമ്പടിയിൽ, ഈശോയുടെ ഉടമ്പടിയിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. കർത്താവെ, മരുന്നോ ലേപനൌഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഷേർലിസ് കറിയെ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുക തൻ്റെ തന്നെ അയൽവാസിയുടെ സുഷിസ് കറിയുടെ ആക്സിഡൻറ്റ് സംബന്ധമായ രോഗസൗഖ്യം തന്നെയാണ്. വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും തലയോട്ടി നെടുകെ പൊട്ടിപ്പോവുകയും അതേ തുടർന്നാണെങ്കിലും 1 മാസത്തോളം കോമയിൽ ആവുകയും ചെയ്തു. പിന്നെ അത് ആ വീട്ടിലെ തന്നെ അപ്പച്ചനാണെങ്കിലും ആ അമ്മ മാത്രം 2 പേരെയും നോക്കേണ്ട അവസ്ഥയിൽ കടന്നു വരുമ്പോൾ വലിയൊരു കാരണമെന്നോണം ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഷേർലിസ് കറിയെ തൻ്റെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതേ തുടർന്ന് നേർച്ച വസ്തുക്കളുടെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയും ഉപയോഗവുമെല്ലാം പൂർണ്ണമായിട്ടും സുഷിസ് കറിയെ ജീവനിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ ഉറച്ച വിശ്വാസവും ജീവൻ നൽകുന്ന ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തോട് ചേർത്തുകൊണ്ട് അത് ഉയർപ്പിക്കുമെന്നും നിത്യലക്ഷ്യമക്കളുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായിട്ട് ഇതൊരു വലിയ മുതൽക്കെട്ടാകുന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുക. ഉടമ്പടി അനുദിനം ജീവിക്കുവാനും ഈ ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നതിൽ വലിയ ബോധ്യത്തോടു കൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ അയൽക്കാരനായ സുഷിസ് കറിയുടെ രോഗസൗഖ്യം നമുക്ക് മുമ്പിൽ വലിയൊരു സാക്ഷ്യമായിട്ട് പങ്കുവെക്കുക ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹവും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്നു തന്നെയാണ് ഈ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഇനിയും ഈ കുടുംബത്തിൻ്റെ മുമ്പോട്ടുള്ള യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഉണ്ടാകട്ടെ എന്നും ഷേർലിസ് കറിയിലൂടെ നിരവധിയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും അനേകം മനുഷ്യരെ അൾത്താരയിൽ ഉയർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മളുടെയും എല്ലാവിധമായ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയോട് ചേർത്തുകൊണ്ട് പ്രത്യക്ഷത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മളെയും മാറ്റട്ടെ എന്ന് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം.
അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.